ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 3 മലയാളത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ ഭാഗങ്ങളും പിന്നെ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാമെന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നാളെ 3ാം ക്ലാസ്സിന് മലയാളം പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റത്തെ ചോദ്യം എങ്ങനെയാണ് വരാമെന്ന് നമുക്ക് നോക്കാം. വായിക്കാം എഴുതാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി തന്നിട്ടുണ്ടാവും. ആ സ്റ്റോറി വായിച്ചിട്ട് ആ സ്റ്റോറിയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിരിക്കും നമുക്ക് ആദ്യത്തെ ചോദ്യമായിട്ട്. ഇതുവരെ 2024-25 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത്തവണ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ തന്നിരിക്കുന്ന ആ കഥാഭാഗം നമ്മൾ നന്നായിട്ട് വായിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ 2024 3ാം ക്ലാസ്സിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ് ഇത്? ഒരു ഫോർമാറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കത്താണ് അല്ലേ, ഒരാൾക്ക് എഴുതിയ കത്താണ്. അപ്പോൾ അതിൻ്റെ സ്ഥലം എഴുതിയിട്ടുണ്ട് മക്കന്നൂർ. അതിൻ്റെ ഡേറ്റ് 2024 കാരണം ഇത് നമുക്ക് എക്സാം പേപ്പർ 2024 ആണ്. ഇനി പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുന്നല്ലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിരം, നാടൻ പാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും കുറേ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണ് അതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്ക് ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്ക് തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞാറ്റ മാളുവിന് എഴുതിയ കത്താണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ കുഞ്ഞാറ്റ പറയുന്നത് കുഞ്ഞാറ്റ അമ്മയുടെ കൂടെ ഒരു ക്ലബിൻ്റെ വാർഷിക ആഘോഷത്തിന് പോയപ്പോൾ തിരുവാതിര കണ്ടു അല്ലേ. അപ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തിരുവാതിരയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ തിരുവാതിര കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അത് കളിച്ച ആളുകളെ പറ്റിയും അതിൻ്റെ പാട്ടിനെയും പറ്റിയും അതിൻ്റെ താളത്തിനനുസരിച്ചുള്ള അതിൻ്റെ നൃത്തം ചെയ്യലിനെയൊക്കെ പറ്റിയാണ് കുഞ്ഞാറ്റ മാളുവിനോട് പറഞ്ഞത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കത്ത് വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതൂ. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇട്ടത് എന്തായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്. നാടകം, തിരുവാതിര, ഒപ്പന, നാടൻപാട്ട്. എന്തായിരുന്നു മക്കളെ? തിരുവാതിരയാണല്ലേ. കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. തിരുവാതിരയെക്കുറിച്ചാണ് മാളുവിനോട് പറഞ്ഞതും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി തിരുവാതിര ശരി ഉത്തരം എഴുതാം. അടുത്തത് മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ തിരുവാതിരയുടെ മധുര സംഗീതം എന്ന് പറയുന്നുണ്ട് അല്ലേ. തിരുവാതിരയുടെ പാട്ട് അത്രയും നല്ല രസമുള്ള പാട്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഉച്ചത്തിലുള്ള പാട്ട്, സംഘമായി പാടുന്ന പാട്ട്, മധുരം കഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. അപ്പോൾ മധുര സംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും മക്കളെ? കേൾക്കാൻ ഇമ്പമുള്ള പാട്ട് അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനായിരുന്നു മുണ്ടും വേഷ്ടി ഇട്ടത്? തിരുവാതിര കളിക്കുന്ന സ്ത്രീകളായിരുന്നു അല്ലേ മുണ്ടും വേഷ്ടിയും ധരിച്ചതെന്ന് അമ്മ പറഞ്ഞു എന്ന് ഞാൻ വായിച്ചില്ലേ. അപ്പോൾ അതിലുണ്ട് തിരുവാതിരപ്പാട്ട്, തിരുവാതിര ചുവട്, തിരുവാതിര വേഷം, തിരുവാതിര വിളക്ക്. അപ്പോൾ ശരി എന്താ മക്കളെ? മുണ്ടും വേഷ്ടിയും തിരുവാതിരയുടെ വേഷമാണ്. അപ്പോൾ തിരുവാതിര വേഷം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. തന്നിരിക്കുന്ന സ്റ്റോറി, പാരഗ്രാഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കത്ത് ആണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് വായിച്ചാൽ നമുക്കിതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. തിരുവാതിര കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഇമ്പമുള്ള വേഷം, ഇമ്പമാർന്ന പാട്ട്, കൂട്ടം ചേർന്ന കളി, ഇവയെല്ലാം. ശരിക്കും എന്തായിരിക്കും? ഇവയെല്ലാം എന്ന് കൊടുക്കുക അല്ലേ. കൂട്ടം ചേർന്ന കളിയാണ്, ഒരുപാട് പേര് കളിക്കും. ഇമ്പമുള്ള പാട്ടാണ്, ഭംഗിയുള്ള വേഷമാണ് അല്ലേ മുണ്ടും വേഷ്ടി. അപ്പോൾ ഓപ്ഷൻ ഡി എഴുതാം. അടുത്ത ചോദ്യം. ക്ലബിൻ്റെ വാർഷികാഘോഷത്തിനു ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനം എന്ത്?
നാടകത്തിൽ അഭിനയിക്കണം, മാർഗം കളിയിൽ ചേരണം, തിരുവാതിര കളിക്കണം, നാടൻ പാട്ട് പാടണം. എന്തായിരുന്നു? തിരുവാതിര കളിക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് മാളുവിന് കത്തെഴുതിയത്. അടുത്ത സ്കൂൾ പൂട്ടലിന് വരുന്ന സമയത്ത് മാളുവെ നിൻ്റെ കൂടെ എനിക്കും നമുക്കൊരു തിരുവാതിര പഠിക്കണം എന്നല്ലേ? അപ്പോൾ എന്തായിരുന്നു അവളുടെ തീരുമാനം? തിരുവാതിര കളിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇവിടെ തന്ന 5 ചോദ്യങ്ങളും എളുപ്പമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പാരഗ്രാഫിൽ വായിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതി. അടുത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡയറി എഴുതാം. അപ്പോൾ ഇവിടെ ഡയറി എഴുതുന്നത് എന്തിനൊക്കെ പറ്റി ആയിരിക്കാം ഡയറി എഴുതാൻ ചോദിക്കുക. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾ സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ആഘോഷത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അന്നേ ദിവസം നമ്മൾ എഴുതിയ ഡയറി ചോദിക്കാം. അതിന് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്താം, സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലേ? സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാചക മത്സരം നടക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഒരു ഡിഷ്, ഒരു വിഭവം ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോയി. അപ്പോൾ അന്നത്തെ നമ്മുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡയറി എഴുതാം. ഇപ്പം നമ്മളൊരു സ്റ്റോറി വായിച്ചില്ലേ, മാളുവിൻ്റെയും കുഞ്ഞാറ്റയുടെയും. അപ്പോൾ കുഞ്ഞാറ്റ ക്ലബിൽ ആ പരിപാടിക്ക് വാർഷികാഘോഷത്തിന് പോയി തിരുവാതിര കണ്ടു. അപ്പോൾ തിരുവാതിര കണ്ടു വന്നതിന് ശേഷം കുഞ്ഞാറ്റ എഴുതുന്ന ഡയറി ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഡയറി എല്ലാവരും ഡെയിലി എഴുതുന്ന മക്കളാണ് നിങ്ങൾ. 3ാം ക്ലാസ് എത്തി. അപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട, ഡയറിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുക. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിൽ പോയത്. മീനുവിൻ്റെ സ്കൂളിൽ നിന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് എഴുതുക. അപ്പോൾ ഡയറി എഴുതാൻ ചോദിക്കും. ഒന്നാമത്തേത് നമ്മൾ വായിക്കാം എഴുതാമെന്നുള്ള സെക്ഷൻ, രണ്ടാമത്തേത് ഡയറിയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്ന പ്രോഗ്രാമിനെയോ ഇതേപോലെ സ്റ്റോറിയിൽ പറഞ്ഞ ആൾക്കാരുമായി ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡയറി വരും. അപ്പോൾ എല്ലാവരും ഡയറീൻ്റെ ഒരു ഫോർമാറ്റ് എഴുതാനുള്ള ഇതൊക്കെ മനസ്സിലാക്കും. അടുത്ത ചോദ്യം, നിയമാവലി തയ്യാറാക്കാം. ഈ ഒരു ചോദ്യം 2024-ലും 2025-ലും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം, ചോദിക്കും എന്ന് ഉറപ്പില്ല, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് നിയമാവലി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ ഒരു കളിയുടെ പേരെഴുതും. കളിയുടെ പേര്, ഏതെങ്കിലും ഒരു കളി, നമ്മൾ കൂട്ടമായി ചേർന്ന് കളിക്കുന്ന ഒരു കളി. ഇപ്പോൾ ബലൂണിന് ചവിട്ടി പൊട്ടിക്കൽ, പിന്നെ എന്താണ് ലെമൺ സ്പൂണ്, നമ്മുടെ വായിൽ സ്പൂൺ വെച്ചിട്ട് ആരാദ്യം എത്തും അല്ലേ? ആരാദ്യം നമ്മളൊരു സ്ഥലം തൊട്ട് ഒരു സ്ഥലം വരെ വെക്കും, എന്നിട്ട് ആരാദ്യം സ്പൂണിൽ നിന്ന് നാരങ്ങ വീഴാതെ ആരാദ്യം എത്തും എന്നുള്ള അങ്ങനെ ഒരു കളിയില്ലേ? അങ്ങനെ കളിച്ചിട്ടില്ലേ? അതേമാതിരി ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുക അല്ലേ? ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, ഒരു 5-6 ആൾക്കാർ എല്ലാവരും കൂടി നേരെ നിന്നിട്ട് കൈകൊണ്ട് 2 കൈ ചേർത്തിട്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മറ്റേ ഭാഗത്ത് വെച്ച് വെള്ളം നിറച്ചു കൊടുക്കണം അല്ലേ? അല്ലാതെ നമ്മൾ സ്പോർട്സിന് കാണല്ലേ, പൊട്ടറ്റോ ഗ്യാതറിങ്, ഉരുളക്കിഴങ്ങ് പെറുക്കൽ അല്ലെങ്കിൽ മിച്ചിങ്ങ പെറുക്കൽ, അങ്ങനെ എന്തെങ്കിലും കളികൾ. ആ കളിയുടെ നിയമാവലി തയ്യാറാക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിലൊരു കളിയുടെ പേരും അതിൻ്റെ നിയമാവലിയും തന്നിട്ടുണ്ടാകും. അതുപോലെ മക്കൾ തയ്യാറാക്കണം. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പഴമെറിയൽ മത്സരമാണ് കൊടുത്തത്. പഴമെറിയൽ മത്സരം കാണുന്നുണ്ടോ? പഴമെറിയാണല്ലേ. ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത്. അതിൻ്റെ നിയമങ്ങളാണ് വായിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയി. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിൻ്റെ നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. അതാണ് ചോദ്യം. അപ്പോൾ 2 വർഷം ചോദിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഒരു കളിയുടെ പേര് എഴുതിയിട്ട് അതിൻ്റെ നിയമാവലി ഇവിടെ എഴുതി കൊടുക്കാം. ഞാനിവിടെ കളിയുടെ പേര് ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ എന്നാണ് കേട്ടോ കൊടുത്തത്. ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ. അപ്പോൾ ഈ ഒരു കളിക്ക് എത്ര പേർക്ക് നമുക്കിവിടെ പങ്കെടുക്കാം? 10 പേർക്ക് പങ്കെടുക്കാം കേട്ടോ. ഒരു 10 പേർക്ക് പങ്കെടുത്ത എല്ലാവരും ഒരു കളം വരയ്ക്കും. ആ കളത്തിനുള്ളിൽ വെച്ചിട്ടാണ് മത്സരം നടക്കേണ്ടത്. സ്വന്തം കാലിലെ ബലൂണ് ചവിട്ടി പൊട്ടിക്കാതെ മറ്റേ കാലിലെ ബലൂൺ നമ്മൾ ചവിട്ടി പൊട്ടിക്കണം. അങ്ങനെ കൂടുതൽ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്ന ആളാണ് ഈ ഒരു മത്സരത്തിലെ വിജയിയായിട്ട് മാറുന്നത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ. ഇനി ഇതിൻ്റെ നിയമങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരേ സമയം 10 പേർക്ക് പങ്കെടുക്കാം.
വരച്ചിട്ടുള്ള കളത്തിനുള്ളിൽ വെച്ചാണ് മത്സരം നടക്കേണ്ടത്. ഇടത് കാലിലാണ് ബലൂൺ കെട്ടേണ്ടത്. മറ്റാളുടെ കാലിൽ ബലൂൺ നമ്മൾ ചവിട്ടി പൊട്ടിക്കണം. ഇതാണ് നിയമാവലി. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ബലൂൺ ചവിട്ടി പൊട്ടിക്കലിൻ്റെ നിയമാവലികൾ നമുക്ക് നോക്കാം. ഒരു സമയം 10 പേർക്ക് മത്സരിക്കാം. എല്ലാവരും ഇടത് കാലിൽ ബലൂൺ കെട്ടണം. അടയാളപ്പെടുത്തിയിരിക്കുന്ന കളത്തിനുള്ളിലാണ് മത്സരം. സ്വന്തം ബലൂൺ പൊട്ടാതെ മറ്റുള്ളവരുടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കണം. അവസാനം വരെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുന്ന ആളാണ് വിജയി. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കളിയുടെ നിയമാവലി നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ വരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളി എഴുതുക, അതിൻ്റെ പേര് എഴുതുക, അതിൻ്റെ നിയമാവലി. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നതാണ്. വീണ്ടും നമ്മളോടൊന്ന് സ്വന്തമൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2 വർഷവും റിപ്പീറ്റ് ചെയ്യുന്നതാണ് നിയമാവലി. അപ്പോൾ കളിയുടെ പേര് പഠിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങളും കൂടി നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് നോക്കാം. വായിക്കാം, വരയ്ക്കാം. ഈ ഒരു ഭാഗത്തിൽ നമുക്കൊരു കവിതയാണ് തരിക. ആ കവിത നന്നായിട്ട് വായിച്ചിട്ട് കവിതയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ താഴെ നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് തരും. അവിടെ നമ്മൾ എഴുതി കൊടുക്കണം കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. കൂടാതെ നമ്മൾ ഈ എഴുതിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളോടൊരു ചിത്രം വരയ്ക്കാനും കൂടി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലൊരു ചോദ്യം എഴുതി നോക്കാം. ഒരു കവിത തന്നിട്ട് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് അതുപോലൊരു ക്വസ്റ്റ്യൻ നോക്കാം. വായിക്കാം, വരയ്ക്കാം. മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ടേ. പുഞ്ചവയലിൻ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ. കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ. കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ. പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ. ഒന്നാമത്തെ പോയിൻ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, പുഞ്ചവയൽ. ഇനി ബാക്കിയെല്ലാം നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ട്. അപ്പോൾ പുഞ്ചവയൽ എഴുതിയല്ലോ. രണ്ടാമത്തെ ലൈന് വായിക്കാം. പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ട്. അപ്പോൾ നമുക്ക് സ്വർണ്ണക്കതിരെന്ന് എഴുതാം. അടുത്ത് നോക്കാം. കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ സ്വർണ്ണക്കതിരുണ്ടെന്ന് പറഞ്ഞു. ഈ കതിര് കൊത്താൻ വേണ്ടിയിട്ട് വർണ്ണക്കിളികളല്ലേ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വർണ്ണക്കിളികൾ എന്ന് എഴുതി കൊടുക്കാം. അടുത്ത് വായിക്കാം. കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ട്. അപ്പോൾ പുഴയിലാണ് എന്തുള്ളതെന്ന് പറഞ്ഞു, പൊടിമീനുള്ളത്. അപ്പോൾ നമുക്ക് പുഴയും എഴുതാം, പൊടിമീനും എഴുതി കൊടുക്കാം. അടുത്ത എന്താണ് മക്കളെ? പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ട്. സ്നേഹം വിളയുന്ന നല്ല ചെറിയ ചെറിയ വീടുകളും പുഴയോരത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുവീടുകൾ എഴുതാം. അപ്പോൾ മുഴുവൻ പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവിത വായിച്ചിട്ട് അതിലുള്ള പോയിൻറ്റ്സാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലൊരു ചോദ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഈ ചോദ്യത്തിൻ്റെ ബാക്കിയാണ്. കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങൾ നൽകൂ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ പുഞ്ചവയൽ, സ്വർണ്ണക്കതിര്, പുഴയിൽ നിറച്ച് പൊടിമീനുകൾ, പുഴയോരത്തിൽ എന്താ ഉള്ളത്, കുഞ്ഞു ചെറിയ വീടുകൾ, ഇതൊക്കെയാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് അത് മനോഹരമായിട്ട് കളർ കൊടുക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വരെ മനസ്സിലായല്ലോ. അടുത്ത എന്താ വരാൻ നോക്കാം. അടുത്തതാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലുകൾ എന്തായാലും ചോദിക്കും. നമ്മൾ പഴഞ്ചൊൽ പെരുമയുടെ പാഠഭാഗത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളും അതിൻ്റെ ആശയങ്ങളും നോക്കിയതാണ്. അപ്പോൾ നമുക്ക് പഴഞ്ചൊല്ലുകൾ ഒന്നെങ്കിൽ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ല് എഴുതാനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പഴഞ്ചൊല്ല് തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനും ചോദിക്കും. അപ്പോൾ നമുക്കിവിടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ല് നോക്കാം. ഇവിടെ നോക്കൂ. ആനയുടെ പഴഞ്ചൊൽ ശേഖരം നോക്കൂ. സമാന ആശയം വരുന്ന 2 പഴഞ്ചൊല്ലുകൾ കൂടി എഴുതി ചേർക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പഴഞ്ചൊല്ല് വായിച്ചു നോക്കാം. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കാര്യത്തിന് ശ്രമിച്ചാൽ അത് നടക്കും. എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് ശ്രമിക്കണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും. രണ്ടാമത്തെ എന്താണ്? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ എല്ലാവരും തമ്മിലൊരു ഒത്തൊരുമ വേണം. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേപോലെ നിൽക്കുന്നവരും ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് പോകാൻ പറ്റും. അതാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ സമാന ആശയം വരുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എന്ത് എഴുതാം? ഐക്യമത്യം മഹാബലം. ഒരുമിച്ച് എല്ലാവരും കൂടി
അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മളെ ശക്തിയില്ലേ. എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ അതൊരു എന്താണ്, അത് നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാനും ഒക്കത്തിനും അതൊരു ബലമാണ്. അപ്പോൾ ഐക്യമത്യ മഹാബലം. എല്ലാവരും നമ്മുടെ കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ അതൊരു ശക്തി, ഒരു ബലമാണ് കേട്ടോ. അപ്പോൾ ഐക്യമത്യ മഹാബലം. അടുത്തത് ഇതേപോലെ സമാനാശയം വരുന്നതാണ് ഒരുമ തന്നെ പെരുമ. ഒരുമ തന്നെ പെരുമ, അത് നമുക്ക് എഴുതി കൊടുക്കാം. ഒരുമ തന്നെ പെരുമ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുമ തന്നെ പെരുമ, ഒരുമ തന്നെയാണ് പെരുമ. ഒരുമ വേണം അല്ലേ, എല്ലാവരും തമ്മിൽ ഒരു ഒരുമ വേണം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരുമ തന്നെ പെരുമ, അതാണ് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാണ് സമാനാശയത്തിൽ വരുന്ന പഴഞ്ചൊല്ലുകൾ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പഴങ്ങളെക്കുറിച്ചുള്ള, പച്ചക്കറികളെക്കുറിച്ചുള്ള, പിന്നെന്താണ് മൃഗങ്ങളുടെ പേര് വരുന്ന ഒക്കെ പഴഞ്ചൊല്ലുകൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാം. അടുത്ത എന്താണ് മക്കളെ വന്നിട്ടുള്ളത്, മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതാനാണ് വന്നിട്ടുള്ളത്. അപ്പം മൃഗങ്ങളുടെ പേര് വരുന്ന ഏതെങ്കിലും പഴഞ്ചൊല്ലുകൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമുക്ക് എന്നാലും ഇവിടെ 2 3 ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. അപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അണ്ണാൻ കുഞ്ഞ് വളരെ ചെറുതാണ്. അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നോ നമ്മളതിന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ, നമ്മളതിന് കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത, അത് എത്ര ചെറുതാണെങ്കിലും നമുക്ക് കഴിയുന്നത് നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അപ്പോൾ മക്കൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നിങ്ങളൊക്കെ ചെറിയ മക്കളാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ എന്താണ്, നിങ്ങൾ വളരെ ചെറുതാണ്, പക്ഷെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, നമുക്ക് അതുപോലെ തന്നെ ആവണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ നമ്മൾ എത്ര ആയാലും അങ്ങനെ ആകാൻ നമുക്ക് കഴിയില്ല. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇരിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ഉരുളക്കിഴങ്ങും തക്കാളിയും നോക്കൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിന് തക്കാളി ആവണമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് പെയിൻറ്റ് അടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് തക്കാളിയെ പോലെ ആയി, ചുവപ്പ് കളറിലായി. പക്ഷേ ഒരു മഴ പെയ്തോ വെള്ളമായി കഴിഞ്ഞാൽ അതങ്ങ് പോകും. എത്ര ശ്രമിച്ചാലും നമുക്ക് അതുപോലെ ആവാൻ കഴിയില്ല. നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമ്മളിരിക്കും. നമുക്ക് എന്ത് കഴിവുകളാണോ ഉള്ളത് നമ്മൾ അതിലെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ മറ്റൊരാളുടെ കാര്യം നമ്മൾ നോക്കണ്ട. നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിക്കുക, അതാണ് വലുത്. അതന്നെ കിട്ടിയാൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പഴഞ്ചൊല്ല് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തെന്താണ് മക്കളെ, പച്ചക്കറികളുടെ പേര് വരുന്ന പഴഞ്ചൊല്ലുകളുണ്ടോ? ആനക്കാര്യത്തിൽ ചേനക്കാര്യം നമുക്ക് എഴുതാം. ആനക്കാര്യത്തിൽ ചേനക്കാര്യം. അപ്പോൾ ചേന ഇവിടെ വന്നു, അതുകൊണ്ടാണ് പച്ചക്കറികളുടെ പഴഞ്ചൊല്ലിൽ ഇത് വന്നത് കേട്ടോ. രണ്ടാമത്തെ, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നെല്ലിക്ക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കാം. ഇനിയിപ്പോൾ പഴങ്ങൾ വെച്ച് ചോദിക്കുകയാണെങ്കിൽ, മാങ്ങ പഴുത്താൽ താനേ വീഴും, അണ്ടിയോടെടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ. അങ്ങനെയൊക്കെ പഴങ്ങൾ വെച്ചിട്ടുള്ള പഴഞ്ചൊല്ലുകളും നോക്കി വെക്കുക. ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കടങ്കഥകൾ. കടങ്കഥകൾ പഠിക്കുന്ന സമയത്ത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പഴങ്ങൾ വെച്ചിട്ടുള്ള കടങ്കഥകൾ, പച്ചക്കറികൾ വെച്ചിട്ടുള്ള കടങ്കഥകൾ ഒക്കെ എന്തായാലും നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പച്ചക്കറികൾ വെച്ചിട്ടുള്ള കടങ്കഥകൾ ആദ്യം പറയാം. അപ്പോൾ ഏതാണ് മക്കളെ? അടിപാറ, നടുവടി, മേലെ കൂട, ചേനയാണ് കേട്ടോ. അടുത്ത നമുക്ക് എന്തെഴുതി കൊടുക്കാം? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ഇത് നമുക്ക് എന്തെഴുതാം? ചീരയെ പറ്റിയിട്ടുള്ള ഒരു കടങ്കഥയാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ? കാള കിടക്കും കയറോടും, മത്തൻ. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പച്ചക്കറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ചെടിമേൽ കായ, കായമേൽ ചെടി, കൈതച്ചക്ക, 1000 തത്തയ്ക്ക് ഒരൊറ്റ കൊക്ക്, വാഴപ്പഴം. ഇതൊക്കെ പഴങ്ങൾ വെച്ചിട്ടുള്ള കടങ്കഥയാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. കൂടാതെ തന്നെ നക്ഷത്രങ്ങൾ, പിന്നെ മഴ, മേഘം എന്നിവയെക്കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആകാശം, നക്ഷത്രം, മേഘം, മഴ ഇവയൊക്കെ വരുന്ന കടങ്കഥകൾ കൂടി നോക്കി വെക്കുക. അപ്പോൾ കടങ്കഥ ചോദിച്ചിട്ട് അതിന് ഉത്തരം നൽകാൻ ചിലപ്പം എക്സാമിന് വരും. അടുത്തത് പാഠഭാഗത്തിൽ നിന്നൊരു ചോദ്യമാണ്. താഴെ പറയുന്നവൽ കുഞ്ചൻ നമ്പ്യാർ രൂപം നൽകിയ കലാരൂപം ഏത്? കഥകളി, പടയണി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്. ശരിയായ ഉത്തരം ഏതാ മക്കളെ? ഓട്ടംതുള്ളലാണ്. ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അക്ഷരമാലാക്രമം.
ക്രമത്തിൽ എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറികളുടെ പേരുകളാണ്, വായിച്ചു നോക്കിയാൽ അറിയാം. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. ഇവയെ നമ്മൾ അക്ഷരമാല ക്രമത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ മക്കൾക്ക് അക്ഷരമാല അറിയാലോ. ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ. അതേ ക്രമത്തിൽ ആദ്യം ഏതാ വരിക എന്ന് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് പോസ്റ്ററാണ്. ഇപ്പോൾ പോസ്റ്ററായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെടുത്തിയിട്ടോ പിന്നെ പരിസ്ഥിതി സംരക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ വരാം. കഴിഞ്ഞ വർഷം യുദ്ധം ആസ്പദമാക്കിയിട്ട് യുദ്ധം വേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു.